വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിലെ ടെർപീൻസിനെ കുറിച്ചാണ്. ദിസ് ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വളരെ പ്രധാനമെന്ന് പറയാൻ കാരണം ഇതേക്കുറിച്ച് കഴിഞ്ഞ വർഷത്തെ സിലബസിൽ രണ്ട് പോർഷൻസിൽ രണ്ട് ഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. ഒന്ന് ബോട്ടണി പാർട്ടിൽ ഫൈറ്റോ കെമിസ്ട്രിയിൽ മേജർ ക്ലാസ് ഓഫ് പ്ലാന്റ് കെമിക്കൽസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ടെർപീൻസ്, ആൽക്കലോയിഡ്സ്, ഫീനോളിഡ്സ് ഇതേക്കുറിച്ചെല്ലാം അവിടെ പഠിക്കാനുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ബോട്ടണി പാർട്ടിലെ തന്നെ ബയോകെമിസ്ട്രി ഓഫ് ലിപ്പിഡ്സിൽ ടെർപീൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നിശ്ചയമായി ഈ ഭാഗത്തുനിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ആദ്യമായിട്ട് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്താണെന്ന് നോക്കാം. പ്രൈമറി മെറ്റബോളൈറ്റ്സ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം. ഉദാഹരണം കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഇതെല്ലാം ഗ്രോത്ത്, ഡെവലപ്മെന്റ്, റീപ്രൊഡക്ഷൻ ഇതിനെല്ലാം ആണല്ലോ സഹായിക്കുന്നത്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ്, ഫംഗൈ, മൈക്രോ ഓർഗാനിസം ഇതിലൊക്കെയാണ്. അപ്പോൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ദാറ്റ് ആർ നോട്ട് എസെൻഷ്യൽ ഫോർ ബേസിക് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ബട്ട് ആർ ക്രൂഷ്യൽ ഫോർ എക്കോളജിക്കൽ സർവൈവൽ, സ്ട്രെസ് അഡാപ്റ്റേഷൻ ആൻഡ് ഡിഫൻസ് അഗൈൻസ്റ്റ് പെസ്റ്റ് ആൻഡ് പാത്തജൻസ്. ഡിഫൻസ് അഗൈൻസ്റ്റ് പെസ്റ്റ് ആൻഡ് പാത്തജൻസ് എല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ളതല്ലേ. ഫീഡിങ് ഡെറ്ററൻസ് എല്ലാം കേട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. എക്സാമ്പിൾസ് എല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പിന്നെ പറയും. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ ബ്രോഡ്ലി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. എന്താണ്? ടെർപീൻസ്, ആൽക്കലോയിഡ്സ് ആൻഡ് അതർ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, ദെൻ ഫീനോളിക്സ്. അപ്പൊ ആദ്യം നമുക്ക് ടെർപീൻസ് നോക്കാം. Terpenes are a large and varied class of hydrocarbons produced primarily by a wide variety of plants, particularly conifers. വിവിധ തരം പ്ലാന്റ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കോണിഫേഴ്സിൽ കൂടുതലായിട്ട് കാണും. ദ ടെർപിൻ എന്നുള്ള പേര് തന്നെ derived from the bird turpentine, which is obtained from conifers ആണല്ലോ. ഇനി ടെർപീൻസ് നമ്മൾ പഠിക്കുമ്പോൾ മൂന്ന് ഭാഗങ്ങളായിട്ട് പഠിക്കണം. ഇപ്പോൾ സ്ട്രക്ചർ വിത്ത് ക്ലാസിഫിക്കേഷൻ, ദെൻ ബയോസിന്തസിസ്, ദെൻ എക്സാമ്പിൾസ്. വിവിധ തരം ടെർപീൻസ് ഏതെല്ലാം കാണുന്നു എന്നുള്ള അത് മനസ്സിലാക്കണം. അതിന് സ്ട്രക്ചർ. Terpenes are derived biosynthetically from units of isoprene, which has the formula the C5H8. ഐസോപ്രീനിൽ എത്ര കാർബണാ ഓർത്തിരിക്കുക? 5 കാർബണുള്ള. The basic molecular formula of terpenes are multiples of that C5H8, where N is the number of linked isoprene units. This is called the isoprene rule or C5 rule. അപ്പോൾ C5H8 is the isoprene unit. ഇതിന്റെ മൾട്ടിപ്പിൾസ് ആണ് വിവിധ തരം ടെർപീൻസ്. ഹെമി ടെർപീൻസ് മാത്രമാണ് ഒരു ഐസോപ്രീൻ യൂണിറ്റ് ഉള്ളത്. ഇനി ആ ക്ലാസിഫിക്കേഷൻ നോക്കുക. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ഇത് സിലബസിൽ ബയോകെമിസ്ട്രി പാർട്ടിലുണ്ട്. ഇതിന്റെ പേരൊക്കെ ഉണ്ട്. എല്ലാം ചിലപ്പോൾ പേര് തന്നിട്ട് ചോദിക്കും. ടൈപ്പ് ഓഫ് ടെർപീൻസ്: ഹെമി ടെർപിൻ, മോണോടെർപിൻ, സെസ്കിടെർപിൻ, ഡൈടെർപിൻ, സെസ്റ്റെർപിൻ, ട്രൈടെർപിൻ, ടെട്രാടെർപിൻ, ദെൻ റബ്ബർ പോലെയുള്ള പോളിടെർപിൻസ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, ദെൻ ഐസോപ്രീൻ യൂണിറ്റ്സ്. ഹെമി ടെർപിൻസിൽ ഒരു ഐസോപ്രീൻ യൂണിറ്റ് ഉള്ളത്. ഹെമി ഇവിടെ C5 ആണ് അല്ലേ. ഒരു ഐസോപ്രീൻ യൂണിറ്റ് ഇപ്പം കാർബൺ എത്ര? 5 കാർബൺ ഉള്ളതാണ് ഹെമി ടെർപിൻ. മോണോടെർപിൻ അത് 2 ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ട്, അത് C10 ആണ്. അപ്പൊ ഇത് പല ചിലർക്ക് തെറ്റുന്നുണ്ട്. അതായത് മോണോ ടെർപീനിൽ എത്ര? 2 ഐസോപ്രീൻ യൂണിറ്റ്സ് ആണ് ഉള്ളത്. മോണോ എന്ന് കേട്ടിട്ട് ഒരു ഐസോപ്രീൻ യൂണിറ്റ് എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇനി ബാക്കിയുള്ള പഠിക്കാൻ എളുപ്പമാണ്. സെസ്കിടെർപിൻ അതിലെന്താ? C15, അതായത് 3 ഐസോപ്രീൻ യൂണിറ്റ് ആണ്. ഡൈടെർപിൻ ഏതാ? ഒന്നില് എന്താ? മോണോടെർപിനിലാണെങ്കിൽ C10 ആണ്. അപ്പൊ ഇത് എത്ര ആയിരിക്കും? C20. ഐസോപ്രീൻ യൂണിറ്റ് എത്ര കാണും? അതിന്റെ ഇരട്ടിയായിരിക്കും. സെസ്റ്റെർപിൻ C25 ആണ്. അതിൽ 5 ഐസോപ്രീൻ യൂണിറ്റ്.
ട്രൈടെർപ്പിൻ നോക്കാതെ അറിയാം അല്ലെ, C13 6 ഐസോപ്രോണിക് യൂണിറ്റ്. അതുപോലെ ടെട്രാടെർപ്പിൻ C14 then 8. റബ്ബർ ഒരു പോളിടെർപ്പിൻ ആണ്. എല്ലാം നമ്മൾ ഉദാഹരണമൊക്കെ വ്യക്തമായിട്ട് പിന്നെ പഠിക്കും. മോർ ദാൻ 500 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ബയോസിന്തസ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കും. ബയോസിന്തസിൽ ടെർപീൻസ് ബയോസിന് 2 പാത്ത് വഴിയാണ്. മെബലോണിക് ആസിഡ് പാത്വേ, MEP പാത്വേ അഥവാ മീഥൈൽ എറിത്രിറ്റോൾ പാത്വേ. ഇത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലുള്ള പ്രധാനപ്പെട്ട ചില സ്റ്റെപ്സ്, ഇതെല്ലാം നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിലെടുക്കാം. പിന്നെ MC ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടീസ് ടെസ്റ്റിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.